ഹായ് ഓൾ, എൻ്റെ പേര് അർച്ചന. വീട് പാലക്കാടാണ്. എൻ്റെ ഹസ്ബൻഡ് വീട് മലപ്പുറം. ഞാൻ ഇതേമാതിരി കുറച്ച് മടിച്ചാണ് പഠിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹിന്ദി ടീച്ചറാണ്. ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹിന്ദി എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിലും നമ്മളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി ചെയ്തത്, PG ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്, BEd മാത്രമേ റെഗുലറായി ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു ഫസ്റ്റ് ടൈം ഞാൻ എഡ്ഫിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ മെൻറ്ററോട് ചോദിച്ച കാര്യം, ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ബേസ് കുറച്ച് കുറവാണ്. നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പോകുന്നതും ഡിസ്റ്റൻസ് പോകുന്നതും നമ്മൾ എക്സാം സമയത്ത് വന്നിട്ട് ചെയ്യുന്ന രണ്ട് വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്, കുറച്ച് പഠിക്കും. സ്കൂളിലെ ലോഡ് CBSE സ്കൂളിൽ നല്ല വർക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, എഡ്ഫിൽ ചെയ്തിട്ട് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. മുമ്പ് ഞാൻ വെറുതെ പോയി എഴുതി, അപ്പോഴേക്കൊന്നും കിട്ടിയില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പോയത് ഒരു 2 മാർക്കിന് പോയല്ലോ എന്ന്. എന്നിട്ട് വീണ്ടും തുടക്കത്തിലൊക്കെ ഭയങ്കര ഇതാണ്, എല്ലാ ക്ലാസ്സും എഴുതും, പിന്നെ ലാസ്റ്റതായി. പക്ഷെ പിന്നെ ഒരു മാസം മുമ്പ് സാറിൻ്റെ ഇങ്ങനെ പറയാണ്, നിങ്ങൾ എഡ്ഫിലിന് ഒരു മാസമേ ഉള്ളൂ. സാറിൻ്റെ നമുക്ക് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് വരും, നമ്മുടെ പ്രചോദനം കൂട്ടാൻ വേണ്ടിയിട്ട്. 15 ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മാസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് വരും. അത് കേൾക്കുമ്പോൾ ഭയങ്കര ആവേശമാണ്. എന്നാൽ ഇന്ന് മുതൽ തുടങ്ങും. അങ്ങനെ ഒരു മാസമായി എനിക്ക് ടെൻഷനായി തുടങ്ങി. ഓൾറെഡി ഞാൻ മാനേജ്മെൻറ്റിൽ സീറ്റ് പറഞ്ഞു വെച്ച ആളാണ്, എനിക്ക് കേട്ടിട്ടില്ലെങ്കിൽ കയറാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ഒരു മാസമായി. എന്നിട്ട് ഞാൻ വീഡിയോസ് കാണാൻ പറ്റുന്നില്ല, ഓവർ വർക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യും, സ്റ്റഡി മെറ്റീരിയലിൽ എവിടെയൊക്കെ ആൻസർ ഉണ്ട് നോക്കും, എന്നിട്ട് ഞാൻ അത് അടയാളപ്പെടുത്തും, പറ്റുന്ന സമയത്ത് വീഡിയോ കാണും. അങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. ഞാൻ നന്നായി പ്രയത്നിച്ചു എന്നൊന്നും പറയുന്നില്ല, പക്ഷേ എനിക്കിതേമാതിരി വീഡിയോസ് പലരും പറയും നമുക്ക് ഇന്ന വീഡിയോസ് കാണൂ, അതിലൊന്നും അതൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവില്ല. പക്ഷേ എഡ്ഫിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആ വീഡിയോസ് നമുക്ക് കണ്ടിന്യൂവേഷൻ ഫുള്ള് കണ്ടു എന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും എനിക്ക് ആവശ്യത്തിനുള്ള കണ്ടിട്ടാണ് എനിക്ക് ഇത് കേട്ടിട്ട് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ കുറച്ച് മുമ്പ് തന്നെ ശ്രമിച്ചിരുന്നെങ്കിൽ, അതായത് കഴിഞ്ഞതിൽ തന്നെ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ വെറും ഒരു മാസം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ 8-9 മണിക്കൂറൊന്നും ചിലവാക്കിയിട്ടില്ല. എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പാരൻസ് കോളിംഗ് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു 10 o'clock വരെ പാരൻസ് കോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിരുന്നത് ഒരു 12 o'clock വരെയാണ്. ആ സമയം അത്ര നേരം പ്രത്യേകം സാറിനോട് ഞാൻ നന്ദി പറയും. ഞാൻ എപ്പം മടിച്ചിരിക്കുമ്പോഴും സാറിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണും. എന്നിട്ട് സാറ് പറയും അങ്ങനെ പാടില്ല, നമുക്ക് കേട്ടിട്ട് കിട്ടുക തന്നെ വേണം. ഞാനത് ചെയ്യാം. ഞാൻ മടി വരുമ്പോൾ സാറിൻ്റെ വീഡിയോ എടുത്ത് കാണും. അപ്പോൾ ഒരു പ്രചോദനം, വീണ്ടും മടി വരും, വീണ്ടും വീഡിയോ എടുത്ത് കാണും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് എനിക്ക് കേട്ടിട്ട്. എനിക്കിതേമാതിരി തന്നെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കിപ്പോൾ നമ്മുടെ പേരൻസിനായാലും നമുക്ക് പറഞ്ഞു തരാൻ ആർക്കും അറിയില്ല. ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്ന് അവർക്കറിയില്ല. പഠിക്കൂ പറയും. എനിക്കൊരു കുട്ടിയുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുമാതിരി തന്നെ ആ സപ്പോർട്ട് തന്നെ എനിക്ക് എഡ്ഫിലിൻ്റെ ഇതൊന്നും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ സപ്പോർട്ട് കിട്ടുന്നോ അതേമാതിരി തന്നെ ഒരു സപ്പോർട്ടാണ് എഡ്ഫിലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം എന്തുണ്ടായിച്ചാൽ ഞാൻ വിചാരിച്ചു നീ റിസൾട്ട് വന്നു, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കൊരു പ്രശ്നം, ഞാൻ എന്നോട് ഒരു ദിവസം കോൾ ചെയ്തു എഡ്ഫിലേക്ക്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടണം, ഒരു സർട്ടിഫിക്കറ്റിന് ഞാൻ മെസ്സേജ് അയച്ചു. അതിൻ്റെ ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സാറിൻ്റെ റിപ്ലൈ വന്നു, ഇന്നത് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി ഞാൻ പാസ്സായ ആളാണ്, പിന്നെ അവർക്ക് എന്നോട് എന്ത് കമ്മിറ്റ്മെൻറ്റാണ്, എൻ്റെ ഇത് കഴിഞ്ഞ ആളാണ്. പക്ഷേ അപ്പോഴേക്കും സാറിൻ്റെ മെസ്സേജ് വന്നു, ഇങ്ങനെയാണ്. ഞാനൊരു മെൻറ്റർക്ക് വിളിച്ച് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് ചോദിച്ചു. അപ്പോഴേക്കും സാറിൻ്റെ മെസ്സേജ് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് വന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, അത് ശരിയാവുമെന്ന്. അപ്പോൾ താങ്ക്സ്.